അതായത് സർ ഈ പോളിസിയിൽ 1 കോടി രൂപയുടെ കവറേജ് ഉണ്ട് എന്ന് അയാൾ പറയും. പക്ഷേ സർ ഈ പോളിസിയിൽ 10,000 രൂപയുടെ ക്ലെയിം പോലും കിട്ടില്ല എന്ന് അയാൾ പറയില്ല. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ തന്നെ 10, 15, 20 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അറിയാത്തൊരു കാര്യമാണ്. ഊഹാപോഹത്തിന്റെ പേരിൽ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അങ്ങനെയുള്ള പേരിലൊന്നും ഒരു കമ്പനിക്കും ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഷുറൻസിലെ ഏറ്റവും വലിയൊരു പവറാണ്, ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പവറാണ് ഈ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. എനിക്കൊരു സർജറി വരികയാണ്, ലാമിനെക്ടോമി, ഇവിടെ കാണാം, എവിഡന്റ് ആണ്. ഹോസ്പിറ്റലിൽ ഒരു സെയിൽസ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യണം എന്താന്ന് വെച്ചാൽ, എല്ലാ ഇൻഷുറൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സർ, മുകേഷ് അംബാനി ചികിത്സിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറുടെ സർവീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ജനുവരി 1-ാം തീയതി പോളിസി എടുത്തു അയാൾ, എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഒരു പോളിസി. അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് എപ്പോഴാണ് വരേണ്ടത്? ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എപ്പോഴാണ് വരുന്നത് ചോദിച്ചാൽ, ജനുവരിയിൽ 1-ാം തീയതി പോളിസി എടുത്ത ആൾക്ക് എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ജനുവരി 31-ാം തീയതി. അടുത്ത കൊല്ലം നിങ്ങൾക്ക് പോളിസി തരാൻ പറ്റില്ല പറയാൻ കമ്പനിക്ക് പറ്റില്ല, കമ്പനി പെട്ടു. ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അതേ കാര്യത്തിൽ തന്നെ ആളുകളെല്ലാം എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. കാരണം എത്ര രൂപയുടെ, ആരുടെ കയ്യിൽ നിന്ന്, ഏത് പ്രായത്തിലാണ് ഇത് തുടങ്ങേണ്ടത് ഒക്കെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ടാണ് ആൾക്കാർ കരുതുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിബി പോളാണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ എല്ലാ സംശയം നമുക്ക് നിവാരണം ചെയ്ത് തരുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഡൗട്ടാണ്, അതായത് ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായിട്ട് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ വർഷം ഞാനത് എടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഈ വർഷം എനിക്ക് അസുഖമൊന്നും വരില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഈ വർഷം എടുത്തിട്ടില്ല. അതൊരു ബുദ്ധിമോശമാണോ? തീർച്ചയായിട്ടും. കാരണം ഹെൽത്ത് ഇൻഷുറൻസിൽ മൊറട്ടോറിയം എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ തന്നെ 10, 15, 20 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അറിയാത്തൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് മൊറട്ടോറിയം. മുന്നേ അത് 8 വർഷമായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ 2010-ൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കുക. 2018 ആകുമ്പോൾ നിങ്ങളുടെ മൊറട്ടോറിയം പീരീഡ് ഫിനിഷ് ചെയ്തു. പിന്നെ ഉള്ള ഒരു ക്ലെയിമും ഇൻഷുറൻസ് കമ്പനിക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒന്നും കൂടി പറയാം. പണ്ട് മൊറട്ടോറിയം പീരീഡ് 8 വർഷമായിരുന്നു. ഇപ്പോ ഗവൺമെന്റ് അത് 5 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. സോ നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് 2020-ൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാള് 2025 കഴിയുമ്പോൾ ആളുടെ മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞു. സോ 2026-ൽ ആൾക്കൊരു ക്ലെയിം വരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പോളിസി കണ്ടിന്യൂറ്റി ഉണ്ടാവണം. 5 വർഷത്തെ ആ ഒരു കണ്ടിന്യൂറ്റി അല്ലേ? എക്സാക്ട്ലി. നിങ്ങളുടെ കേസിൽ 3 കൊല്ലം ആയപ്പോഴത്തേക്കും നിങ്ങൾ ആ പോളിസിനെ ക്യാൻസൽ ചെയ്തു. ഇനി പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രഷ് പോളിസി ആയിട്ടായിരിക്കും പരിഗണിക്കുക. എഗെയിൻ നിങ്ങൾ 5 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ മൊറട്ടോറിയം പീരീഡ് ഫിനിഷ് ആവാൻ. ഇനി മൊറട്ടോറിയം പീരീഡ് ഉണ്ടെങ്കിലും ചില കേസിൽ കമ്പനിക്ക് ക്ലെയിം റിജക്ട് ചെയ്യാം. വിത്ത് എവിഡൻസ് ആയിട്ട് ഫ്രോഡുലന്റ് ആയിട്ട് ആണ് ഒരാൾ പോളിസി എടുത്തിരിക്കുന്നത് എന്ന് കമ്പനിക്ക് തെളിവ് ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ക്ലെയിം റിജക്ട് ചെയ്യാം. അല്ലാതെ ഊഹാപോഹത്തിന്റെ പേരിൽ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അങ്ങനെയുള്ള പേരിലൊന്നും ഒരു കമ്പനിക്കും ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഷുറൻസിലെ ഏറ്റവും വലിയൊരു പവറാണ്, ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പവറാണ് ഈ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. സോ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ പോളിസി റിന്യൂവൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഐ എം വെരി സാഡ്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ എനിക്കതൊരു ലോസ് ആണോ? ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണരുത്, ഇൻഷുറൻസിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കാണുക. ഇപ്പൊ നിങ്ങൾ 1 കോടി രൂപയുടെ ഒരു വീട് വെക്കുന്നു എന്ന് വിചാരിക്കുക. 1 കോടി രൂപയുടെ ഒരു വീട് വെച്ചിട്ട് നിങ്ങൾ 50 രൂപയുടെ തക്കാളി പെട്ടിയുടെ പൂട്ടൊന്നും മേടിച്ച് അതിനകത്ത് ഇടില്ലല്ലോ. ഏറ്റവും കുറഞ്ഞത് ഒരു 5000 രൂപയുടെ പൂട്ട് നിങ്ങൾ മേടിക്കില്ലേ? അത്രേ ഉള്ളൂ. 1 കോടി രൂപയുടെ വീടാണോ വലുത്, നിങ്ങളുടെ ഹെൽത്ത് ആണോ വലുത്? നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് 10 കോടിയുടെ വീടും വെക്കാമല്ലോ. അപ്പൊ നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ നിങ്ങൾ കാണേണ്ടത്. അതായത് ഹെൽത്തിനെ ഇത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ഇനഫ് കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ മുകേഷ് അംബാനി ചികിത്സിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറുടെ സർവീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് എൻ്റെ സംശയം. ഈ അംബാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ആണോ അതോ ഇൻഷുറൻസ് പോളിസി ആണോ? അതായത് എനിക്ക് മുന്നേ പറ്റിയൊരു അബദ്ധം, നമ്മുടെ അബദ്ധങ്ങളിൽ നിന്നാണല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത്. അതായത് ഞാൻ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുത്തു, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു സർജറി വരികയാണ്, ലാമിനെക്ടോമി, ഇവിടെ കാണാം, എവിഡന്റ് ആണ്. ലാമിനെക്ടോമി സർജറി വരികയാണ്. എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു, ഓപ്പറേഷൻ സർജറി പറഞ്ഞു, സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇൻഷുറൻസിന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ. എല്ലാം കഴിഞ്ഞപ്പോൾ പറയാണ് ന്യൂറോയാണ്, ന്യൂറോയാണ്. ആ ഒരു വിഭാഗത്തിന് അവിടെ ഇൻഷുറൻസ് ഇല്ല.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലത്തെ ഒരു ഇൻഷുറൻസ് വിഭാഗം അവിടെ ഏതൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാന്ന്. അതൊരു ഫാക്റ്റ് ആണോ? അതൊരു പാർഷ്യൽ ഒരു ഫാക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്തിനെ പരിഗണിക്കുക. നിങ്ങൾ പോകാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലുകളെ പരിഗണിക്കുക. നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പനി പോലത്തെ ചെറിയ എന്തെങ്കിലും കാര്യം വന്നാൽ നിങ്ങൾ എവിടെയായിരിക്കും പോവുക? അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ചിലപ്പോൾ അടുത്ത ജില്ലയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലപ്പുഴയാണ്, മാരകമായ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ എറണാകുളത്തായിരിക്കും പോവുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുക. പരിഗണിച്ചിട്ട് ആ ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളുടെ നെറ്റ്വർക്ക് ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തുക. നിങ്ങൾ പോകാൻ സാധ്യതയുള്ള ഒരു 5 ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് എടുക്കുക. ആ 5 ഹോസ്പിറ്റൽസിൽ ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തുക. അല്ലാതെ ഇൻഷുറൻസ് കമ്പനിന്റെ പ്ലാനോ പ്രൈസിങ്ങോ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടല്ല തപ്പേണ്ടത്. നിങ്ങൾ ആക്ച്വലി എവിടെയാണോ പോകാൻ സാധ്യതയുള്ളത് ആ ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് എടുത്ത് അവിടെ ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനി എംപാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും, ഈ കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഹോസ്പിറ്റലിലെ ഒരു സെയിൽസ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യണം എന്താന്ന് വെച്ചാൽ എല്ലാ ഇൻഷുറൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സർ എന്നൊരു റിപ്ലൈ ആയിരിക്കും കിട്ടുക. എല്ലാ ഇൻഷുറൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയും എന്നായിരിക്കും റിപ്ലൈ കിട്ടുക. എല്ലാ ഇൻഷുറൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ ഇൻഷുറൻസും റീഇംബേഴ്സ്മെന്റ് കിട്ടാനുള്ള ഫോം ഫില്ലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റേഷൻ അവർ ചെയ്തു തരുമെന്നായിരിക്കും അതിന്റെ അർത്ഥമാകുന്നത്. എംപാനൽഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. എംപാനൽഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉറപ്പിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ ചോദിക്കുമ്പോൾ ഏതൊക്കെ കമ്പനികളാണ് അവിടെ ഉള്ളതെന്ന് ചോദിക്കുക, എംപാനൽ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുക. അതോടൊപ്പം ട്രീറ്റ്മെന്റുകൾ ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടുമോ എന്നും ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് എനിക്കൊരു റീലായിട്ട് കട്ട് ചെയ്ത് തരാൻ ഒരു 10 കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ, ഞാൻ ആസ് എ ഫ്രഷർ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോവാണ്. നമ്പർ 1 നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, ഈ പറഞ്ഞത്. അതായത് ആ ഹോസ്പിറ്റലിൽ എംപാനൽഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക. നമ്പർ 2 പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്സ് പരിശോധിക്കുക. നമ്പർ 3 അതെന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വെയിറ്റിംഗ് പീരീഡ് ഇൻ ദ സെൻസ്? വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഇന്ന അസുഖങ്ങൾക്ക് ഇത്ര മാസം കഴിഞ്ഞിട്ടേ ക്ലെയിം കിട്ടുള്ളൂ എന്നുള്ളൊരു എക്സ്ക്ലൂഷൻ ലിസ്റ്റ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പ്ലാൻസിൽ 2 years ആണ് വരിക. ഇപ്പൊ നെയിംഡ് എയിൽമെന്റ്സ്, ഉദാഹരണം ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു, ഒരു 6 മാസം കഴിഞ്ഞ് കിഡ്നി സ്റ്റോൺ വരികയാണ്, ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്ത് മാറ്റണം, ക്ലെയിം കിട്ടില്ല. അതെന്താ? ആഫ്റ്റർ 2 years. 2 years, അതായത് ഞാനൊരു ഇൻഷുറൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞാൽ എന്റെ കിഡ്നിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കിഡ്നി സ്റ്റോൺ, അതായത് കല്ലുകൾ, മുഴകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പതിയെ വളരുന്ന ലൈഫ് ത്രെട്ടണിങ് അല്ലാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്. അതിനെ നെയിംഡ് എയിൽമെന്റ്സ് എന്നാണ് പറയുന്നത്. നെയിംഡ് എയിൽമെന്റ്സ് നോർമലി അത് 24 months ആണ്, 2 വർഷത്തിന് ശേഷമാണ് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. നെയിംഡ് എയിൽമെന്റ്സ്. അപ്പോൾ അത്തരം ഇപ്പോൾ ഒരു ഹെർണിയ വരികയാണ്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരികയാണ്, ഇതൊക്കെ നെയിംഡ് എയിൽമെന്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷമാണ് ഇത് വരുന്നതെങ്കിലും ആഫ്റ്റർ 2 years മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം കാരണം ഇത് ഓൾറെഡി ഗ്രോ ചെയ്യാനുണ്ടായിരുന്ന ലോകത്ത് ഉണ്ടാവാം. മാത്രമല്ല അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലൈഫ് ത്രെട്ടണിങ് അല്ല. നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്പർ 3 ഇൻഷുറൻസിലെ കണ്ടീഷൻസ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ഓൾ അബൌട്ട് കണ്ടീഷൻസ്, നോട്ട് ബെനിഫിറ്റ്സ്. ഇപ്പോൾ ഇൻഷുറൻസ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്നത് എപ്പോഴും ബെനിഫിറ്റ്സിനെ കുറിച്ചായിരിക്കും. അതായത് സർ ഈ പോളിസിയിൽ 1 കോടി രൂപയുടെ കവറേജ് ഉണ്ട് എന്ന് അയാൾ പറയും. പക്ഷേ സർ ഈ പോളിസിയിൽ 10,000 രൂപയുടെ ക്ലെയിം പോലും കിട്ടില്ല എന്ന് അയാൾ പറയില്ല. 1 കോടി രൂപയുടെ കവറേജ് ഒരു പോളിസിയിൽ കിട്ടുന്നു എന്ന് പറയുന്നത് ബെനിഫിറ്റ് ആണ്. 10,000 രൂപയുടെ ക്ലെയിം കിട്ടാതിരിക്കുന്നത് അതിന്റെ കണ്ടീഷൻസ് കൊണ്ടാണ്. അപ്പോൾ ബെനിഫിറ്റ്സ് സെറ്റ് അപ്പാർട്ട്, അതിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ ആക്ച്വലി പരിശോധിക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഞാനൊരു രോഗത്തിന് അഡ്മിറ്റ് ആയി, അവസാനം സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ അതിനൊരു 2 ലക്ഷമായി. പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്ക് 1 ലക്ഷമേ തന്നുള്ളൂ. ബാക്കി 1 ലക്ഷം എന്താ തരാത്തതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ റൂം റെന്റ് ഉൾപ്പെട്ടിട്ടില്ല, ഡോക്ടർ ഇട്ട ഗ്ലൗസ്, സർജറിക്ക് ഉപയോഗിച്ച കത്രിക, ഇതിന്റെ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടീഷൻസിൽ വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് 5,000 രൂപയുടെ റൂമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ എടുത്ത റൂം 10,000 രൂപയുടേതാണെങ്കിൽ, നിങ്ങളുടെ ബിൽ 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമേ കമ്പനി ക്ലെയിം തരുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കഥയൊന്നും നടക്കില്ല. ബിക്കോസ് ഓഫ് ദ പെർപെക്ച്വൽ സെറ്റിൽമെന്റ്. റൂം റെന്റിന് ആനുപാതികമായിട്ടുള്ള പെർപെക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ തരുള്ളൂ. അപ്പോൾ ആ റൂം റെന്റിൽ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നത് കൊണ്ട്
നമ്മളിങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടും, നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ കാശ് നഷ്ടമാണ്. അപ്പൊ ഇത് ചില കമ്പനികൾ ഇതിനെ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവരുടെ റൂം റെന്റിന് ഇന്ന എമൗണ്ട് ലിമിറ്റ് എന്ന് വെക്കില്ല, അവർ 1% ഓഫ് ദ സം ഇൻഷുർഡ് എന്ന് വെക്കും. അപ്പോൾ 1% ഓഫ് ദ സം ഇൻഷുർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു, അതിന്റെ 1% ഓഫ് ദ സം ഇൻഷുർഡ് മീൻസ് 5,000 rupees. അത്രേ ഉള്ളൂ. അപ്പൊ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകൾ വായിച്ചു നോക്കാത്തതാണ് അവർ ഈ ട്രാപ്പിൽ പോയി പെടാൻ കാരണം. ഒരു ട്രാപ്പ് കൂടെ പറഞ്ഞുതരാം. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനിക്കും, ഇപ്പൊ ഒരുവിധം എല്ലാ കമ്പനികൾക്കും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിൽ പോളിസി എടുക്കുന്നാലോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പോളിസി എടുത്താലോ ഒക്കെ അവർ ഇതിന് പറഞ്ഞിട്ടാണ് പോളിസി കൊടുക്കുക. പക്ഷെ അതിന്റെ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു, ആ വർഷം നമുക്ക് ഒരു 6 ലക്ഷത്തിന്റെ രോഗം അടിച്ചു, 6 ലക്ഷം തീർന്നു, അപ്പൊ ബാക്കി നമ്മുടെ ബാലൻസ് 4 ലക്ഷമേ ഉള്ളൂ. അതിന്റെ കൂടെ പിന്നെ വരുന്നതിനാണോ? എഗെയിൻ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് പറഞ്ഞുതരാം. അത് നിങ്ങൾ 10 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്തു എന്ന് വിചാരിക്കുക, 10 ലക്ഷം രൂപ നിങ്ങൾ ക്ലെയിം ചെയ്ത് തീർത്തു. ഓക്കെ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ ഇൻ കേസ് 10 ലക്ഷം രൂപ നിങ്ങൾ ക്ലെയിം ചെയ്ത് 10 ലക്ഷം രൂപ തീർന്നു, അവിടെ 0 ആയി. അപ്പൊ നിങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സെയിം അസുഖമോ അല്ലെങ്കിൽ മറ്റൊരു അസുഖമോ വരികയാണെങ്കിൽ നിങ്ങൾ അഗെയിൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുമല്ലോ. അന്നേരം അവിടെ പൈസ ഇല്ലല്ലോ നോർമലി. പക്ഷേ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉള്ള പ്ലാനുകളിൽ അഗെയിൻ നിങ്ങൾക്ക് അവിടെ 10 lakhs കിട്ടും. വീണ്ടും 10 lakhs തന്നെ. ഇനിയിപ്പോ അവിടെ ഒരു 2 lakhs എനിക്ക് ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര രൂപ വരും? 8 lakhs. റിമൈൻ നിങ്ങൾക്ക് ബില്ല് 10 lakhs ആണെങ്കിൽ ആ 10 lakhs സെറ്റിൽ ആവാൻ എത്രയാണോ ആഡ് ആവേണ്ടത് അത് ആഡ് ആവും. അവിടെ 0 ആണെങ്കിൽ 10 ആഡ് ആവും, അവിടെ 1 ഉണ്ടെങ്കിൽ 9 ആഡ് ആവും, 2 ഉണ്ടെങ്കിൽ 8 ആഡ് ആവും. നിങ്ങളുടെ 10 lakhsന്റെ ബില്ല് അവിടെ സെറ്റിൽ ആവും അൺലിമിറ്റഡ് ടൈംസ്. എത്ര വന്നാലും. പിന്നെ എന്റെ ഒരു ക്ലയന്റിന് ആളൊരു ഗേൾ ആണ്, 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നിർഭാഗ്യവശാൽ പോളിസി എടുത്തിട്ട് 3ാമത്തെ മാസം ക്യാൻസർ വന്നു. 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്. ഇപ്പോൾ ഒരു 10 മാസങ്ങൾക്കിപ്പുറം ഇൻഷുറൻസ് കമ്പനി അവർക്ക് കൊടുത്തിരിക്കുന്നത് 72 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ. അമൃതയിലാണ്, എറണാകുളം അമൃതയിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. ഒരുപാട് കീമോ ചെയ്തു, പല സർജറി ചെയ്തു. ഈ കഴിഞ്ഞ ഏപ്രിലാണ് അവരുടെ 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, യൂട്രസ് റിമൂവ് ചെയ്തു. നോക്കണം, വെറും 28 വയസ്സേ ഉള്ളൂ. 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ 2 ബ്രസ്റ്റും യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കും. അവരുടെ ഫാമിലി പറയണമെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ വീടുണ്ട്, ആഭരണങ്ങൾ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആകെ വീട്ടിൽ നിന്ന്, തൃശ്ശൂരാണ് അവരുടെ വീട്, വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് പോയി വരാനുള്ള ടാക്സിയുടെ എക്സ്പെൻസുകൾ മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവര് സന്തുഷ്ടരാണ്. ആക്ച്വലി ഞങ്ങൾ സന്തുഷ്ടരല്ല. കാര്യം ഈ അവസ്ഥയിൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ നോക്കൂ, ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം തരാൻ പറ്റും, കാശ് തരാൻ പറ്റും, നിങ്ങളുടെ ഹെൽത്ത് തരാൻ പറ്റില്ല. ഞാൻ ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളാണ്, ഇൻഷുറൻസ് സർവീസസ് കൊടുക്കുന്ന ഒരാളാണ്, ഇൻഷുറൻസ് വിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ക്ലെയിം വന്ന ആൾക്കാർ 70 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ക്ലെയിം മേടിക്കണമെന്ന്. അങ്ങനെ ഒരു അസുഖം വരാനേ പാടില്ലെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറെ നമ്മൾ കാണാറുണ്ട്. ഇവർ നോക്കണം, ഇവരെടുത്തത് വെറും 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്. മൾട്ടിപ്പിൾ അഡ്മിഷൻ ഫസ്റ്റ് ഇയറിൽ തന്നെ വന്നിട്ട് അവർക്ക് 72 ലക്ഷം രൂപ ക്ലെയിം ആയിട്ട് കിട്ടി. എക്സാക്ട്ലി ഈ റീസ്റ്റോറേഷൻ, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്നൊരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് ഇവിടെയാണ് വേറൊരു പ്രശ്നം ഉദിക്കുന്നത്. ചില കമ്പനികൾ, ചില വെർട്ടിക്കിൾസ് ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ അവര് ഈ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്ന ഇതിനെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുകയും അതൊരു ബെനിഫിറ്റ് ആയിട്ട് കാണിക്കുകയും, എന്നാൽ പോളിസി തരുമ്പോൾ അവിടെ ചെറിയൊരു വേർഡ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫോർ അൺറിലേറ്റഡ് ഇൽനെസ്. ഈ അസുഖം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്ന പണിപാളി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എടുത്തിരുന്ന പ്ലാൻ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫോർ അൺറിലേറ്റഡ് ഇൽനെസ് ആണെങ്കിൽ ആദ്യത്തെ 10 ലക്ഷം കിട്ടും, പിന്നെയുള്ള 62 ലക്ഷം രൂപയോ. ഈ ചെറിയൊരു വേർഡ് വരെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കണ്ടീഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളപ്പോൾ പോളിസി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഈ കണ്ടീഷൻസും ബെനിഫിറ്റ്സും എല്ലാം താരതമ്യം ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നത്. ഒരു അടുത്ത ഇതുപോലെ ഒരു പോയിന്റ് പറയാൻ പറഞ്ഞ, അപ്പൊ 4ാമത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ബോണസ് ആണ്. ബോണസ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബോണസ് ആണ് ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുന്ന വെച്ചാൽ 10 ലക്ഷം രൂപ പോളിസി എടുത്തു, അടുത്ത വർഷം നമ്മൾ റിന്യൂവൽ ചെയ്യുമ്പോൾ ഒരു 10% ബോണസ് കിട്ടുമെന്നാണ് ആൾക്കാർ ചിന്തിക്കുക. അതും ക്ലെയിം ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ 2ാമത്തെ വർഷം പോകുമ്പോൾ നമ്മുടെ കവറേജ് 11 ലക്ഷമായിട്ട് മാറും. അങ്ങനെയാണ് പൊതുവായ ആൾക്കാർ ചിന്തിക്കുന്നത് ബോണസിനെ.
ഹെൽത്ത് ഇൻഷുറൻസിൽ അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട്, അതൊക്കെ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകളാണ്. ഇപ്പോഴും ആ പ്ലാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒരുവിധം മിക്ക കമ്പനികളിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണസ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ പോളിസി എടുത്തു, ഈ വർഷം നിങ്ങൾക്ക് ക്ലെയിംസ് വന്നു, ഫോർ എക്സാമ്പിൾ 3 തവണ നിങ്ങൾക്ക് ക്ലെയിംസ് വന്നു, നിങ്ങൾ മൊത്തം 30 ലക്ഷം രൂപ ഈ വർഷം ക്ലെയിം ചെയ്തു. എന്നാലും അടുത്ത വർഷം നിങ്ങൾ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കവറേജ് ബേസിക് 10 ലക്ഷവും പ്ലസ് 10 ലക്ഷം ബോണസ് ആയിട്ടും കിട്ടും. ടോട്ടൽ കവറേജ് 20 ലക്ഷമായി. അതിന്റെ അടുത്ത കൊല്ലം 30 ലക്ഷമായി, അതിന്റെ അടുത്ത കൊല്ലം 40 ലക്ഷമായി, അതിന്റെ അടുത്ത കൊല്ലം 50 ലക്ഷമായി. സെയിം എമൗണ്ടിന് നിങ്ങൾ ആകെ 10 ലക്ഷത്തിന്റെ പ്രീമിയം മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബോണസ് സിസ്റ്റം എടുക്കുമ്പോൾ അത് ക്ലെയിം ഇല്ലെങ്കിൽ മാത്രമേ ബോണസ് കിട്ടുള്ളൂ, അതോ ക്ലെയിം ഉണ്ടെങ്കിലും ബോണസ് കിട്ടുമോ എന്നുള്ള ഫീച്ചേഴ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോ നമ്മൾ ഒരു കമ്പനിയുടെ തന്നെ എടുക്കണം, മാറ്റാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ ഈ ബോണസ് കിട്ടണമെങ്കിൽ? ആ കമ്പനിയിൽ ഇപ്പൊ ഏത് ഒരു പ്ലാൻ നമ്മൾ എടുക്കുമ്പോൾ ഏത് കമ്പനിയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ കമ്പനിയാണ് ബോണസ് തരുന്നത്. അപ്പൊ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് മാറി പോർട്ട് ചെയ്ത് മറ്റൊരു കമ്പനിയിലേക്ക് പോയി എന്ന് വെച്ചോളൂ, പിന്നെ ആ പുതിയ കമ്പനിന്റെ പ്ലാൻ ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. പഴയ കമ്പനിയുടെ ബാലൻസ് അവിടെ പോയി. ലൈക്ക് നമ്മളിപ്പോ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, എയർടെലിൽ നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് നിങ്ങൾ 1000 രൂപ ഉപയോഗിച്ചില്ല, പക്ഷെ അടുത്ത തവണ നിങ്ങൾ BSNL പോർട്ട് ചെയ്ത് പോയി, പിന്നെ BSNL പ്ലാൻ നിങ്ങൾക്ക് തരുന്നത്. അവിടെ നിങ്ങൾ 100 രൂപയുടെ റീചാർജ് ആയിരിക്കും ചെയ്യുക, അപ്പൊ 100 രൂപ കിട്ടുള്ളൂ. സെയിം സിസ്റ്റം, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ ഒരു ഡൗട്ട്, ഞാനൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ നിയമം അനുസരിച്ചിട്ട് എല്ലാ കോർപ്പറേറ്റ് കമ്പനീസും അവരുടെ സ്റ്റാഫിന് ഇൻഷുറൻസ് കൊടുക്കണമെന്നാണ്. ഈവൻ ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിസഭയിൽ പോലും കേരളത്തിൽ എല്ലാവർക്കും ഒരു 25 lakhs ഇൻഷുറൻസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ സ്വാഭാവികമായിട്ട് കിട്ടിയാലും ഞാൻ പ്രത്യേകം എനിക്കൊരു ഇൻഷുറൻസ്, പേഴ്സണൽ ഇൻഷുറൻസ് പുറത്തെടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എടുത്താൽ തന്നെ ഞാൻ ഏത് ഉപയോഗിക്കണം എന്നുള്ളത്? തീർച്ചയായിട്ടും ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവരും എടുത്ത് വെക്കണം സ്വന്തം നിലയിൽ. കാരണം അങ്ങനെ എടുത്താൽ നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാണ് ഇൻഷുറൻസ് കോൺട്രാക്ട് വരുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്, പക്ക എഗ്രിമെന്റ് ആണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ള ഒരു എഗ്രിമെന്റ് തന്നെയാണ്. അത് നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത്. മീഡിയേറ്റർ വരുമ്പോൾ ഒരു പ്രശ്നമാവും അല്ലേ? എക്സാക്ട്ലി. അവിടെ ഒരു എംപ്ലോയർ വരാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് വരാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വരാം, വാട്ടെവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനി വരാം. മറ്റൊരു ആള് അതിനിടയ്ക്ക് വന്നാൽ പോസിബിളായ ഒരു സാധ്യത എന്ന് പറയുന്നത് അവര് ഒരു മാസ്റ്റർ പോളിസി അവർക്ക് ഉണ്ടാവും. ആ കമ്പനി, ആ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ എടുത്തിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എംപ്ലോയറിനെ തന്നെ എടുത്തോളൂ, നിങ്ങളുടെ കോർപ്പറേറ്റ് കമ്പനി എടുത്തിരിക്കുന്ന ഒരു മാസ്റ്റർ പോളിസി ഉണ്ടാവും. ആ മാസ്റ്റർ പോളിസിയും നിങ്ങളുടെ കമ്പനിയും തമ്മിൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാവും. അതിന്റെ സബ് കോൺട്രാക്ട് ആയിട്ടാണ് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നത്. സോ നാളെ നിങ്ങൾക്കൊരു ക്രിട്ടിക്കലായ ഒരു അസുഖം വരികയാണെങ്കിൽ ഈ മാസ്റ്റർ പോളിസി ഹോൾഡർക്ക് നിങ്ങളെ വേണമെങ്കിൽ തട്ടിക്കളയാന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് പോളിസിന്ന് തട്ടിക്കളയാന്നാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരിക്കലും സുരക്ഷിതമല്ല അത്തരം പോളിസികളിൽ. സോ എപ്പോഴും നിങ്ങളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ഡയറക്റ്റ് കോൺട്രാക്ട് വരുന്ന ഒരു പോളിസി ആവുമ്പോൾ, ഞാനിപ്പോൾ ഈ 28 വയസ്സായ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ പൈസ അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്ലാനിന്റെ ബെനിഫിറ്റ്സ് അനുസരിച്ച് കമ്പനി ആ ക്ലെയിം തന്നേ പറ്റുള്ളൂ. അടുത്ത കൊല്ലം നിങ്ങൾക്ക് പോളിസി തരാൻ പറ്റില്ല, നിങ്ങളിപ്പോൾ 72 ലക്ഷം രൂപയുടെ ക്ലെയിം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്, അടുത്ത കൊല്ലം നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കമ്പനിക്ക് പറ്റില്ല. കമ്പനി പെട്ടു. ഇപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് പ്ലാൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊന്നും ഇതിലില്ല, എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്യേണ്ടതില്ല. ക്യാൻസൽ ചെയ്താൽ നിങ്ങളുടെ സീനിയോറിറ്റി കുറയും, നിങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ അറിയുന്നത് ഒരു വിത്തിൻ 15 days ഒക്കെ ആ ഒരു ഏർലി സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് മേടിക്കാം. പക്ഷെ നിങ്ങൾ അറിയുന്നത് ഒരു 6 മാസത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യണം നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട. ഒരു കുറച്ച് കാലം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിന്യൂവൽ സമയമാകുമ്പോൾ, റിന്യൂവൽ ടൈമിന് ഒരു 2 മാസം മുൻപ് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം മറ്റൊരു കമ്പനിയിലേക്ക്. യെസ്, അപ്പൊ നിങ്ങൾക്ക് 2 മാസം കൊണ്ട്, ആ സമയം കൊണ്ട് നിങ്ങൾ നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ കണ്ടെത്തി വെക്കുക. റിന്യൂവൽ സമയത്തിന് റിന്യൂവൽ ടൈമിന് ഒരു 2 months ബിഫോർ നിങ്ങൾ പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുൻകാല പ്രാബല്യത്തോടെ ആ സീനിയോറിറ്റിയോടുകൂടെ പുതിയ കമ്പനിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ്സോട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ എല്ലാ കമ്പനികളും തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. IIB എന്നാ പറയാ. കമ്പനികൾ തമ്മിൽ ഇന്റേണൽ ഡാറ്റ ഷെയറിംഗ് നടക്കുന്നുണ്ട്. ഇതൊരു കോർപ്പറേറ്റ് സീക്രട്ട് ആണ്, പക്ഷേ യെസ്, ഫോർ യുവർ വ്യൂവേഴ്സ് ഐ ആം ഷെയറിംഗ് ദിസ്. അല്ല, ഇതൊരു പുതിയ അറിവാണ് ഈ പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതേ. നമ്മൾ ഇൻഷുറൻസ് കമ്പനിനെ കുറ്റം പറഞ്ഞങ്ങ് തീർക്കാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. കോർപ്പറേറ്റ്സ് ആണ്, അവർ തമ്മിൽ ഇന്റേണൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ആൾക്കാർ പലപ്പോഴും
അതിൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. മറ്റേ കമ്പനിയിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല പ്ലാൻ കിട്ടുമ്പോൾ മറ്റടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കുക എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ചിട്ട് പുതിയ കമ്പനിയിലല്ല എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓൾ റൈറ്റ് എന്ന് പറയുമായിരിക്കും. പക്ഷേ പോർട്ടിംഗ് പോകുമ്പോൾ പഴയ കമ്പനി എല്ലാ ഡോക്യുമെന്റ്സും പുതിയ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ പുതിയ കമ്പനി നിങ്ങൾ പേയ്മെന്റ് ചെയ്യണ സമയത്ത്, പുതിയ കമ്പനി എന്നല്ല, നിങ്ങൾ എപ്പോൾ പോളിസി എടുത്താലും ഏത് ഇൻഷുറൻസ് കമ്പനിയും നിങ്ങൾ കാശ് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും അധികം അവര് തല പുകയ്ക്കില്ല. നിങ്ങൾ അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്ന 10 കൊല്ലം നിങ്ങൾ പോളിസിയിലെ പ്രീമിയം അടയ്ക്കുന്നു, കമ്പനിക്ക് ഒരു പ്രശ്നമില്ല, അവർ കിട്ടുന്ന കാശ് മേടിച്ചു വെക്കും. ഏത് കമ്പനി എപ്പോഴാണോ നിങ്ങൾ കാശ് ഇങ്ങോട്ട് ചോദിക്കാൻ പോകുന്നത്, ക്ലെയിം ചെയ്യാൻ പോകുന്നത്, അന്നേരമായിരിക്കും നിങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് വെച്ച് ചെകഞ്ഞ് ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ഇവര് ഒരു തീരുമാനത്തിലെത്തും നിങ്ങൾക്ക് തരണോ വേണ്ടത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിയോട് വളരെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, കോർപ്പറേറ്റ് ഓഫീസിൽ, പല ഇൻഷുറൻസ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിങ് CEO, അങ്ങനെ ഹൈ ലെവൽ ആൾക്കാരോട്ട് നല്ല കോൺടാക്ട് ഉള്ള ആളാണ് ഞാൻ. അപ്പം അവരോട്ടുള്ള സംസാരത്തിൽ മനസ്സിലായതാണ്, എല്ലാ കാര്യവും അവരുടെ കയ്യിലുണ്ട്, എങ്കിലും അവർ കുറെ ആയിട്ട് ഈ ഡോക്യുമെന്റ് ഒന്ന് തരുമെന്ന് ക്ലയന്റിനോട് ചോദിക്കും. അതായത് ഇൻഷുർഡ് ആൾക്കാരോട് ചോദിക്കും, ഇൻഷുർ എടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കും. ഇവരുടെ കയ്യിൽ ഓൾറെഡി ആ ഡോക്യുമെന്റ് ഉണ്ട്, കയ്യിൽ വെച്ചിട്ട് എഗെയിൻ അവരോട് ചോദിക്കും. അപ്പൊ അവര് കൊടുക്കുന്ന ഡോക്യുമെന്റ് തിരിച്ച് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുമല്ലോ, അതും ഇവരുടെ കയ്യിലുള്ളതും തമ്മിൽ ഒത്തുനോക്കും. ഇന്ത്യയിലെ മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലാ ലാബുകൾ, ഹോസ്പിറ്റൽസ്, ഇൻഷുറൻസ് കമ്പനി, ഇതൊക്കെ ഒരു രഹസ്യമാണത്, പരസ്യമായ രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ യെസ്, ഇതൊക്കെ അവർക്ക് വേണമെന്ന് വെച്ചാൽ കിട്ടും. മാത്രമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കമ്പനികളിലും സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്, സർവേയർമാരെ യൂസ് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടി ടീംസിനെ യൂസ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ. അതായത് ഒരു ക്ലെയിം വന്നാൽ അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും അവർ ചെകഞ്ഞെടുത്ത് കണ്ടുപിടിക്കും. പക്ഷെ അത് പറയില്ല, അവർക്കത് അറിയാൻ പറ്റും. ക്ലെയിം എലിജിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാനാണ്. അത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ചില ഹോസ്പിറ്റൽസ് ഒക്കെ ഇല്ലാത്ത രോഗിയുടെ പേരിൽ, ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ബിനാമിയുടെ പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, എന്നിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് 50 ലക്ഷം രൂപയുടെ ക്ലെയിം ചെയ്തിട്ട്, അങ്ങനെയൊക്കെ ചില തട്ടിപ്പുകളൊക്കെ, ചില സ്കാംസ് ചില ഹോസ്പിറ്റൽസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുക, അത്തരം ഹോസ്പിറ്റലുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനി വളരെ വിജിലന്റ് ആണ്. ഇൻഷുറൻസ് കമ്പനി എല്ലാം വളരെ രീതിയിൽ സ്ക്രൂട്ടണി ചെയ്തിട്ട് മാത്രമേ മോസ്റ്റ് എലിജിബിൾ ക്ലെയിം സെറ്റിൽ ചെയ്യണം. കാരണം ഏറ്റവും അർഹതപ്പെട്ട ആൾക്ക് ആ കാശ് കിട്ടണം. തട്ടിക്കാൻ, ഇൻഷുറൻസ് കമ്പനീനെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലൈക്ക് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെയുള്ള പലരും ശ്രമിക്കുന്നുള്ളത് കൊണ്ട് അവർ വളരെ രീതിയിൽ അത് സ്ക്രൂട്ടണി ചെയ്ത് പരിശോധിച്ച് വിശദമായിട്ട് എടുത്തിട്ട് മാത്രമേ ക്ലെയിം തരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് കാണുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഈ പലതരം കുറെ ചോദിക്കുന്നതും പല ഡോക്യുമെന്റ്സ് അഗൈൻ ചോദിക്കുന്നതും ഒരു ഫോർ എ ഗുഡ് കോസ് എന്ന് ചിന്തിക്കുക. അല്ല, ഏതാണ് ഒരു പ്രായം, ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു പ്രായം, അങ്ങനെ ഉണ്ടോ? ഇൻഷുറൻസ് എടുക്കേണ്ട പ്രായം മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് 2 കാര്യങ്ങൾ ഞാൻ അവരെ സെൻട്രൽ ഗവൺമെന്റ് സല്യൂട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കണം എന്ന രീതിയിലോട്ട് ഇപ്പൊ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നേ അങ്ങനെ പറ്റില്ലായിരുന്നു. 59-ാമത്തെ വയസ്സിൽ പോളിസി എടുത്താൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാം. 61-ൽ പോളിസി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ 85 വയസ്സുള്ള ആൾക്കും പോളിസി എടുക്കാം. എനിക്ക് തന്നെ 2-3 ക്ലയൻസ് 82-83 വയസ്സായ ആൾക്കാരൊക്കെ പോളിസി എന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. വലിയ പ്രീമിയം വരുന്നത്, പക്ഷെ അവര് റെഡിയാണ് അത് എടുക്കാൻ. കാരണം ആ ഒരു പ്രൊട്ടക്ഷന്റെ പവർ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ ലോകം ഒരുപാട് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത വളരെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, GST ഒഴിവാക്കി എന്നുള്ളതാണ്. ഒരു ഗവൺമെന്റിന് ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇതിനേക്കാളും വലിയ എന്ത് കാര്യം ചെയ്യാൻ പറ്റുക? 0 ടാക്സ് നിങ്ങൾ എടുക്കുമെന്നാണ്. ഗവൺമെന്റിന്റെ പോർഷൻ അവർ വേണ്ടെന്ന് വെക്കുകയാണ്. അബ്സല്യൂട്ട് 0. ഞാനൊക്കെ ഒരു 3-4 കൊല്ലം മുന്നേ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 5%, 18% ടാക്സിനെ ഒരു 5% ആക്കി തരുമായിരിക്കും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. 0 ആക്കുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 0 ടാക്സ് ആക്കി തന്നത് സെൻട്രൽ ഗവൺമെന്റിന് അറിയാം. ഇനി അങ്ങോട്ടുള്ള കാലം ഇവിടുത്തെ സാധാരണക്കാരൻ എന്താണ് പ്രോബ്ലംസ് വരാൻ പോകുന്നതെന്ന് അവരുടെ ഇന്റലിജൻസ് അവർ ഉപയോഗിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഇനിയും ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുവാണെങ്കിൽ അത് സൊസൈറ്റിയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്, പാപിയാണ്, ഒരു സാമൂഹിക ദ്രോഹിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പോ ഒരാള് അപ്രോച്ച് ചെയ്യേണ്ട പ്രായം ഏതാണ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രായമല്ല. ഞാൻ പറയുന്ന വെച്ചാൽ ദ ബെസ്റ്റ് ടൈം വാസ് 2000. 2000 നിങ്ങൾ എടുക്കണമായിരുന്നു. സോ ഇപ്പൊ ടൈം മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2000 പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. സോ ബെസ്റ്റ് ടൈം ഈസ് നൗ, റൈറ്റ് നൗ. കാരണം നാളെ നിങ്ങൾക്കൊരു എപ്പിലെപ്സി വന്നു എന്ന് വിചാരിക്കുക, പിന്നെ ഒരിക്കലും പോളിസി എടുക്കാൻ പറ്റില്ല.
ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ടെസ്റ്റ് നടത്തുക? അതോ ഇൻഷുറൻസ് ഏജൻസ് ഡയറക്റ്റ്ലി ഈ ടെസ്റ്റിനൊക്കെ നമ്മൾ വിധേയമാക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ലാബിൽ പോയി എടുക്കണോ, അതോ നമ്മൾ ഇതിന്റെ കൊണ്ട് തന്നാൽ മതിയോ റിസൾട്ട്? എങ്ങനെയാണത്? നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ അങ്ങനെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഒരാള് ഹെൽത്തിയാണ്, ഞാൻ ഹെൽത്തിയാണ്, നമുക്ക് 2-3 ചോദ്യമുണ്ട്. നിങ്ങൾ നിലവിൽ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ? ഞാൻ നിലവിൽ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ. മുന്നേ എന്തെങ്കിലും മെഡിസിൻ എടുത്തിരുന്നോ? അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും സർജറി നിങ്ങൾ ചെയ്തിരുന്നോ? മുന്നേ എന്തെങ്കിലും ക്രിട്ടിക്കലായ അസുഖങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. ദെൻ യു ആർ ഹെൽത്തി. കള്ളം പറഞ്ഞാലോ? പറഞ്ഞു തരാം. കള്ളം പറഞ്ഞ പോളിസി കിട്ടും, നാളെ ക്ലെയിം കിട്ടില്ല. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ ഡിക്ലറേഷൻ കൊടുത്തു, ഇന്ന സർജറി എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്രിട്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണെങ്കിൽ കമ്പനി പറയും ഇറ്റ്സ് ഓക്കെ. കാര്യം ആ സർജറിയുടെ റിസ്ക് അതോടുകൂടെ കഴിഞ്ഞു. പക്ഷെ ഫ്യൂച്ചർ റിസ്ക് വരാനുണ്ടോ എന്നാണ് കമ്പനി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ റിസ്ക് വരാൻ പറ്റുന്ന സർജറികളോ ട്രീറ്റ്മെന്റോ മെഡിസിനോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് എത്രത്തോളം ആണെന്ന് അസസ് ചെയ്യണം കമ്പനിക്ക്. അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റ് ആവശ്യം വന്നേക്കാം. ഇപ്പൊ നോർമലി ഒരു ഡയബറ്റീസിന് ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കോ ബിപിക്ക് ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കോ ഒന്നും അങ്ങനെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ബിപിയുടെ ടാബ്ലറ്റിന്റെ ഡോസേജ് മെഡിസിന്റെ ഡോസേജ് മാത്രം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കാര്യം ഇൻഷുറൻസ് കമ്പനിക്കകത്ത് ഇരിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇരിക്കുന്നത്. അവർക്കറിയാം ഇന്ന ടാബ്ലറ്റ് ഇന്ന കാര്യത്തിനെ കഴിക്കുക. അപ്പൊ അത് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന്, നിലവിൽ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റിന്റെ ആവശ്യം പല കേസിലും വരാറില്ല. കാര്യം ആ ടാബ്ലറ്റ് ഡോസേജ് കിട്ടിയാൽ മതി. പക്ഷേ ചിലർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവർക്ക് കമ്പനിക്ക് മനസ്സിലാവില്ല എന്ത് തരം റിസ്ക് ആണ് ഇവർക്കുള്ളത്. അപ്പൊ ആ റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാകാൻ പറയാം. ചില കേസിൽ, അത് വെരി റെയർ സിനാരിയോയിൽ അങ്ങനെ വരുള്ളൂ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ. നോർമൽ സിനാരിയോയിൽ മെഡിക്കൽ ടെസ്റ്റിന്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ പറയണല്ലോ, നമ്മുടെ വാക്കിനെ കമ്പനികൾ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് അവർ വിശ്വസത്തിൽ എടുക്കുവാണ്. ഞാൻ പറയണം എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ ആശുപത്രി പോകുന്നില്ല, പോയിട്ടില്ല, ഞാൻ ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നതിന് അവർ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി ഇൻഷുറൻസ് എടുക്കണമാണോ നല്ലത്? എന്റേതും എനിക്ക് അച്ഛനും അമ്മയും അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയും, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണോ നല്ലത്? ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നുള്ള ടേം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫാമിലിയിലെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടി, പാരന്റ്സ് വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ ആണ് നമ്മൾ ഒരു കൺസ്യൂമർ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഇൻഷുറൻസ് ടേമിൽ വരുമ്പോൾ ഗ്രൂപ്പിന് വേറെ അർത്ഥമാണുള്ളത്. ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ പോളിസിയുടെ സബ് പോളിസി എന്നാണ് അതിന്റെ അർത്ഥം. അല്ല നമ്മൾ 4 പേരുള്ള ഒരു ഗ്രൂപ്പ് എന്നല്ല അർത്ഥം ഇൻഷുറൻസിൽ. എന്തുകൊണ്ട് ആ പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. ബട്ട് ഇൻഷുറൻസിൽ ഗ്രൂപ്പ് പോളിസി എന്ന് പറഞ്ഞാൽ അത് 4 പേരടങ്ങുന്ന ഫാമിലിന്റെ ഗ്രൂപ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മാസ്റ്റർ പോളിസിയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് പോളിസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആദ്യം കറക്റ്റ് ചെയ്തു. ദെൻ നിങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് എടുക്കുന്നതിനെ പറയുന്നത് ഫ്ലോട്ടർ പോളിസി എന്നാണ്. ഫ്ലോട്ടർ പോളിസി, ഇൻഡിവിജ്വൽ പോളിസി ഉണ്ട്, ഫ്ലോട്ടർ പോളിസി ഉണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഫ്ലോട്ടർ പോളിസി ആയിട്ടാണ് എടുക്കുക. ഈ ഫ്ലോട്ടർ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരന്റ്സിന് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരു പോളിസിയിൽ വരികയാണെങ്കിൽ ഏറ്റവും പ്രായമുള്ള ആളിന്റെ താരിഫ് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ പ്രീമിയം കാൽക്കുലേറ്റ് ആവുക. അപ്പൊ അങ്ങനെ നോക്കിയാൽ പ്രീമിയം വളരെയധികം കൂടും. നിങ്ങൾ ചിലപ്പോൾ കാശ് ലാഭിക്കാൻ വേണ്ടി പറയും എനിക്ക് ഒരു പോളിസി മതി, പക്ഷേ അതിലുള്ള ആളിന് 85 വയസ്സ് പ്രായം. നിങ്ങൾ 2 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും നിങ്ങൾ എടുക്കുന്ന വലിയ കവറേജ് ആണെങ്കിൽ. അതേസമയം ഇത് 2 പോളിസി ആയിട്ട് മാറ്റിയാലോ, ആ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ആ 2 പേർക്ക് മാത്രം ഹയർ പ്രീമിയം വരികയും അച്ഛനും അമ്മയ്ക്കും ഹയർ പ്രീമിയം. എക്സാക്ട്ലി. പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ പോളിസി എടുക്കാൻ പറ്റും. മാത്രമല്ല 2 പോളിസി ആകുമ്പോൾ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഡബിൾ കവറേജ് കിട്ടുവാണ്. അതെങ്ങനെ? ഡബിൾ കവറേജ്. ഇപ്പൊ 10 ലക്ഷത്തിന്റെ 2 പോളിസി ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ അവിടെ 10 ഇവിടെ 10 മൊത്തം 20 ലക്ഷം ആദ്യം കിട്ടിയില്ലേ. കാശ് ലാഭമാണ്, പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തുക ലാഭിക്കാൻ പറ്റും, പ്ലസ് ഡബിൾ കവറേജ് കിട്ടും. അപ്പൊ ഈ ഡബിൾ കവറേജ് ഉള്ള പോളിസിയിൽ എനിക്ക് അസുഖം വന്നത് എന്റെ അച്ഛനാണ്, അച്ഛനൊരു അറ്റാക്ക് ഉണ്ടാവാണ്. അല്ല, ഡബിൾ കവറേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടെ ഒരു പോളിസി എടുത്തു, അതിൽ 10 ലക്ഷം കവറേജ് ഉണ്ടല്ലോ. നിങ്ങളും മകനും കൂടെ ഒരു പോളിസി എടുത്തു, അതിൽ 10 ലക്ഷം ഉണ്ടല്ലോ. നിങ്ങളുടെ 10 അച്ഛന്റെ 10 ഡബിൾ കവറേജ് ആയില്ലേ. നിങ്ങൾ ഒരുമിച്ച് ഒരു പോളിസി എടുത്താൽ മൊത്തത്തിൽ 10 ഉള്ളൂ. എല്ലാവർക്കും കൂടെ പക്ഷേ കാശ് വീണ്ടും കൂടുതലായിരിക്കും. ഈ മൊത്തത്തിൽ 10 ലക്ഷം എടുക്കുന്ന പോളിസിയുടെ കാശ് കൂടുതലായിരിക്കും. നിങ്ങൾ 2 പോളിസി ആയിട്ട് പാരന്റ്സിന് സെപ്പറേറ്റ് 10 ലാക്സ്, നിങ്ങൾക്ക് സെപ്പറേറ്റ് 10 ലാക്സ് എടുക്കുക, കാശ് പ്രീമിയം കുറയുകയും ചെയ്തു, നിങ്ങൾക്ക് ഡബിൾ കവറേജ് കിട്ടി. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഫാമിലിക്ക് ഡബിൾ ആ. കവറേജ് ആയി, പ്രീമിയം കുറഞ്ഞു, ഡബിൾ കവറേജ് ആയി. അപ്പോൾ ഒരു 2 ഇൻഷുറൻസ് ഏജന്റുമാർ അറ്റ് എ ടൈം എന്നെ വന്ന് പറയാണ്, ഒരേ ഇൻഷുറൻസ് പോളിസി തന്നെ ഇയാൾ എനിക്ക് 8000 രൂപയ്ക്കും തരാമെന്ന് പറഞ്ഞു, ഇയാൾ 10000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ 8000 രൂപയുടേത് ചൂസ് ചെയ്യാണ്.
പിന്നെ കുറെ നാൾ കഴിഞ്ഞ് അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ക്ലെയിമിന്റെ സമയത്താണ് നമ്മൾ അറിയുന്നത് ഈ 8,000 രൂപ കൊടുത്തെടുത്തതിന് ഈ 10,000-ന്റെ അത്രയൊന്നും ഇല്ല, സംഭവങ്ങളൊന്നും കിട്ടിയില്ല. അതെന്താ അങ്ങനെ വരാൻ കാരണം? സെയിം അല്ലേ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതേ സിസ്റ്റം തന്നെയാണ് ഓൺലൈൻ പോളിസികൾ നടക്കുന്നത്. അപ്പൊ ഓൺലൈൻ പോളിസികളിൽ ഇപ്പൊ ഞങ്ങളൊരു 10,000 രൂപ പറഞ്ഞു ഒരു പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഓൺലൈനിൽ ചിലപ്പോൾ ഒരു 500-1000 രൂപ ഡിസ്കൗണ്ടിൽ പോളിസി കിട്ടും. അപ്പോൾ അയാൾ ഈ പോളിസിയുടെ പേര് സെയിം ആയിരിക്കും, കമ്പനി സെയിം ആയിരിക്കും, കവറേജ് എമൗണ്ട് സെയിം ആയിരിക്കും. ഇത്രയും മാത്രമേ ഒരു കൺസ്യൂമറിന് നോക്കാൻ അറിയാവുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അപ്രൂവ്ഡ് ബിസിനസ് മാത്രമല്ല, ഇറ്റ്സ് എ റെഗുലേറ്റഡ് ബിസിനസ്. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ IRD ആണ്. ഉദാഹരണം ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, നമ്മുടെ മൊബൈൽ ഫോൺ ലൈക്ക് എയർടെൽ BSNL അങ്ങനെ ഓപ്പറേറ്റേഴ്സിനെ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ട്രായ്, ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് ട്രായ് ആണ്. അപ്പം ബാങ്കുകളെ RBI റെഗുലേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സെബി റെഗുലേറ്റ് ചെയ്യുന്നു, ടെലികമ്മ്യൂണിക്കേഷനെ ട്രായ് റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ ഇൻഷുറൻസിനെ IRD റെഗുലേറ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് ഒരു റെഗുലേറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരേ ബെനിഫിറ്റ് ഉള്ള പോളിസി, ഒരേ പോളിസി രണ്ട് സ്ഥലത്ത് രണ്ട് പ്രൈസിന് വിൽക്കാൻ പറ്റില്ല. ബെനിഫിറ്റ് സെയിം ആണോ, പ്രൈസ് സെയിം ആയിരിക്കും എവിടെയാണെങ്കിലും. സോ എവിടെയെങ്കിലും 1 രൂപ അവർക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല. എവിടെയെങ്കിലും 1 രൂപ കുറയുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, നിങ്ങളുടെ എന്തോ ബെനിഫിറ്റ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. 1000 രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവും മിനിമം. അത് മനസ്സിലാക്കാം. അപ്പൊ പ്രൈസ് കുറഞ്ഞു എന്ന് കരുതി ഇൻഷുറൻസിൽ ചാടി വീഴരുത്. ഇൻഷുറൻസ് അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല. ഇൻഷുറൻസിൽ ഒരിക്കലും ഡിസ്കൗണ്ട് നോക്കാൻ പാടില്ല എന്ന് കരുതി അനാവശ്യമായിട്ടുള്ള ആഡ് ഓൺസ് ഒക്കെ ചെയ്ത് പ്രൈസ് കൂട്ടുന്നതും അർത്ഥമില്ല. നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത്, ഇപ്പൊ 60 വയസ്സായ ഒരു സ്ത്രീ പോളിസി എടുക്കുമ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റിന്റെ ആഡ് ഓൺ അതിനകത്ത് ആവശ്യമില്ല. അവർ ഉപയോഗിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായി ആഡ് ഓൺസ് കുത്തിക്കയറ്റി അതിനകത്ത് പ്രീമിയം കൂട്ടുന്നതിനേക്കാളും ഒപ്റ്റിമൽ റേഞ്ചിൽ ഏതാണോ അനുയോജ്യമായ ബെനിഫിറ്റ്സ് അത് മാത്രം ആഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആൾക്കാരുടെ നീഡ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കി അവർക്ക് ഏതാണോ സ്യൂട്ടബിൾ അത്തരം പോളിസികളാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒപ്റ്റിമൽ പ്രൈസ് ആയിരിക്കും അതിനകത്ത് വരിക. അസുഖങ്ങൾക്കാണ് ഇൻഷുറൻസ്. അപ്പോൾ പ്രസവം ഒരു അസുഖമല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മെറ്റേണിറ്റി കവറേജ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ തന്നെയാണ് കമ്പനികളും പറയുന്നത്. ഞങ്ങൾ ചോദിക്കാറുണ്ട് ചില പ്ലാനുകളിൽ, ചില കമ്പനികളുടെ ചില പ്ലാനിൽ മെറ്റേണിറ്റി കവർ ആവില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കാറുണ്ട് മറ്റേ കമ്പനിന്റെ മറ്റേ പ്ലാനിൽ മെറ്റേണിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ എന്താ അത് തരാത്തത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആ കമ്പനിന്റെ സ്റ്റേറ്റ് ഹെഡോ വൈസ് പ്രസിഡന്റോ ഒക്കെ നമ്മളോട് പറയണ വെച്ചാല് ഇതൊരു അപകടമോ അസുഖമോ ആണോ എന്നൊരു ചോദ്യം തിരിച്ചു വയ്ക്കുന്നത്. മെറ്റേണിറ്റി എന്ന് പറയുന്നത്, ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അപകടമോ അസുഖമോ അല്ലാത്തത് കൊണ്ട് കുറെ കമ്പനികൾ അതിന് കവറേജ് തരാറില്ല. എന്നാൽ ചില കമ്പനികൾ മെറ്റേണിറ്റിക്ക് കവറേജ് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻഷുറൻസ് കവറേജ് 10 ലക്ഷം ആയിരിക്കാം, പക്ഷെ ആ 10 ലക്ഷം രൂപ മെറ്റേണിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മെറ്റേണിറ്റി വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് ഒരു അഡീഷണൽ പ്രീമിയം മെറ്റേണിറ്റി ബെനിഫിറ്റിന് വേണ്ടി അവർ കളക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ മെറ്റേണിറ്റിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാലൻസ് അവർ ആഡ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു വർഷം 10,000 രൂപയോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ എമൗണ്ട് വളർന്നൊരു 30,000 ആയിരിക്കും ആയിട്ടുണ്ടാവുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ പ്രീമിയം ആയിട്ട് അപ്പം തന്നെ ഒരു 60,000 രൂപ അടച്ചിട്ടുണ്ടാവും. സോ മെറ്റേണിറ്റി ബെനിഫിറ്റ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല എൻ്റെ ഒരു കൺസെപ്റ്റിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് തരികയാണെങ്കിൽ അത് ബിൽ എമൗണ്ട് എത്രയായാലും, ഇപ്പൊ നമ്മുടെ മറ്റ് അസുഖങ്ങൾക്കോ അപകടങ്ങൾക്കോ ഒക്കെ ക്ലെയിം സെറ്റിൽ ആവുന്നത് പോലെ എത്ര രൂപ ബില്ല് വന്നാലും ആ ബിൽ തുക മുഴുവനും സെറ്റിൽ ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വെരി ഗുഡ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു പ്ലാൻ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ മെറ്റേണിറ്റി പ്ലാനുകളിലും ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ കവറേജ് കിട്ടുകയുള്ളൂ. ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ, ഞാൻ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്, എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇൻഷുറൻസിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുമോ? ഏതെടുക്കണം എന്നുള്ളത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻഷുറൻസിൽ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ വ്യത്യാസം വരാറില്ല. ചില കമ്പനികളിൽ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്, സോൺ ബേസ് ചെയ്തിട്ട് പ്രൈസിംഗ് ഉണ്ട്, സോൺ പ്രൈസിംഗ്. ഉദാഹരണം എറണാകുളം സിറ്റിയിൽ ഇപ്പം നിങ്ങളുടെ ആധാർ അനുസരിച്ച് നിങ്ങളുടെ അഡ്രസ്സ്, ആധാറിലെ അഡ്രസ്സ് എറണാകുളം സിറ്റി ആണെങ്കിൽ പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഇടുക്കിയിലാണ് നിങ്ങളുടെ അഡ്രസ് എങ്കിൽ പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇടുക്കിയിലുള്ള ആള് എറണാകുളം സിറ്റിയിൽ വന്ന് താമസിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ആധാറിലെ പിൻകോഡ് വെച്ചിട്ടാണ് പോളിസിയുടെ പ്രീമിയം വരിക മോസ്റ്റ് ഓഫ് ദ കേസ്. അതേസമയം നിങ്ങൾ എറണാകുളം സിറ്റിയിലുള്ള ആളാണ്, പക്ഷെ ഇടുക്കിയിലാണ് പോയി താമസിക്കുന്നതെങ്കിൽ അഡ്രസ് അനുസരിച്ച് എറണാകുളത്തെ പ്രൈസ് നിങ്ങൾ അടയ്ക്കേണ്ടിയും വരും.
ചില കമ്പനികൾ മാത്രം കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് കേരളത്തിൽ ഒറ്റ പ്രൈസിംഗ് ആണ് വരാറുള്ളത്. യെസ്, പ്രൈസിങ് അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, ചില കമ്പനികളിൽ അതുണ്ട്. സോൺ പ്രൈസിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കണമെന്ന് ഞങ്ങൾ ആ കമ്പനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എറണാകുളത്ത് ഒരു സർജറി ചെയ്യാൻ ഇത്ര കോസ്റ്റ് വേണം. നമ്മൾ എറണാകുളത്ത് ജീവിക്കണമെങ്കിൽ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അത്രയും കോസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല വയനാടോ ഇടുക്കിയിലോ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രൈസിങ്, അവിടുത്തെ എക്സ്പെൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് പക്ഷെ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചുകൂടെ, ഇപ്പൊ ഇടുക്കിയിൽ താമസിക്കുന്നവരാണെങ്കിലും ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ അവർക്ക് അവിടെ പോയി അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഇൻഷുറൻസ് ചാൻസസ് ആണ് നോക്കുന്നത്. ഇതൊരു പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ 1,00,000 ആൾക്കാർ ഇടുക്കിന്ന് പോളിസി എടുത്തു, ഒരു 100 പേരായിരിക്കാം അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഒരു വർഷം തിരുവനന്തപുരത്ത് പോകേണ്ടി വരിക എന്നുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതിനെ വെച്ചിട്ടാണ് കമ്പനികൾ അങ്ങനെ ഒരു പ്രൈസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴും പറഞ്ഞു, എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നില്ല. ഓൾ കേരള ഒറ്റ പ്രൈസ് ആയിട്ട് കൊടുക്കുന്ന കുറെ കമ്പനികളുണ്ട്. റെഗുലർ ഇൻഷുറൻസ് പ്ലാൻ ആണോ ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കവർ ആണോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ഓൾറെഡി ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും ചിലർക്ക് ഒരു അസുഖം, അതെങ്ങനെ ഡീൽ ചെയ്യും? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടാണ്. റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, നമുക്കൊരു അസുഖമോ അപകടമോ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അന്നേരം അവിടെ ഒരു 5 ലക്ഷമോ 10 ലക്ഷം രൂപ ബില്ല് ഉണ്ടാവുന്നു. നമുക്ക് അവിടെ ഒരു മികച്ച ചികിത്സ കിട്ടുന്നു. ആ ചികിത്സയുടെ ഫലമായി ഹോസ്പിറ്റലിൽ ഒരു ബില്ല് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ, അതായത് റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ആ ബിൽ തുക നമ്മൾ അടയ്ക്കേണ്ട, നമ്മുടെ ക്ലെയിം എലിജിബിൾ ആണെങ്കിൽ ആ ബിൽ തുക നമ്മൾ അടയ്ക്കേണ്ട, ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിൽ സെറ്റിൽ ചെയ്തോളും. ഇതിനെയാണ് ക്യാഷ്ലെസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പർപ്പസ് ഇതാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നു, ഹോസ്പിറ്റലിൽ പോയി, ഒരു 30 ലക്ഷം രൂപ ചിലവായി, ആ 30 ലക്ഷം രൂപ ഇയാൾ അടയ്ക്കേണ്ട, ഇൻഷുറൻസ് കമ്പനി അവിടെ പേ ചെയ്തോളും. ഇതാണ് റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസിൽ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആവില്ല എന്ന് വെച്ചാൽ അഫ്കോഴ്സ് കവർ ആവും. എല്ലാവിധ അസുഖങ്ങളും അപകടങ്ങളും ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ആവും. പിന്നെന്തിനാ ക്രിട്ടിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ചൊരു പ്ലാൻ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞൊരു പോളിസി എന്തിനാ ഉള്ളത് ഇൻഷുറൻസിൽ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, ഹോസ്പിറ്റലിൽ പോയി 10-30 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്തു. ആ 30 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ശരീരത്തിൽ നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത 1-2 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും ജോലിക്ക് പോകാനോ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് അവിടുത്തെ ബിൽ സെറ്റിൽ ചെയ്തു. നിങ്ങളൊരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുത്തിരുന്നുവെങ്കിൽ, നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലംസം ആയിട്ട് ഒരു 30 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ ചില കേസിൽ 1 കോടി രൂപയൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടും. ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടും, നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതായത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പൈസയാണോ? നിങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കാം. ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണ്. അതായത് ഹോസ്പിറ്റലിലെ ബില്ലുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യാം. നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം പോലെ ഒരു തുക ലംസം എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്യാൻസർ പോലെ, സ്ട്രോക്ക് പോലെ, അങ്ങനെ കുറെ ലിസ്റ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അസുഖമാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ ഹോസ്പിറ്റലിലെ ബില്ലുകൾ ഹെൽത്ത് ഇൻഷുറൻസിൽ പേ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ലംസമായിട്ട് ഒരു ബൾക്ക് എമൗണ്ട് ഒരുമിച്ച് കിട്ടുന്നതിനെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. വേറെ പ്രീമിയം ആണല്ലേ? അത് സെപ്പറേറ്റ് പ്ലാൻ ആണ്, സെപ്പറേറ്റ് പോളിസി ആയിട്ട് നമ്മൾ എടുക്കണം. ഓൾറെഡി എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 18-19 വയസ്സുള്ള ഒരാള്, അയാൾക്ക് പെട്ടെന്ന് ഒരു ക്യാൻസർ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറെ ഏതൊക്കെ രോഗങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അത് മാറി അയാൾക്കൊരു 20-25 വയസ്സായി. 18 വയസ്സിലാണ് ഈ അസുഖം വന്നു പോയത്. 25 വയസ്സാകുമ്പോൾ അയാൾക്കൊരു ഇൻഷുറൻസ് എടുക്കണം. ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരിക്കും ഇൻഷുറൻസ് എലിജിബിലിറ്റി വരാനുള്ള? കമ്പനി ഇയാളുടെ ഇതിനെ ഒരു അണ്ടർ റൈറ്റിംഗ് പ്രോസസ് എന്നാ പറയാ. അപ്പൊ കമ്പനികൾ എന്താന്ന് വെച്ചാൽ ഇയാളുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കും, ഡിസ്ചാർജ് സമ്മറി പരിശോധിക്കും, എന്നിട്ട് ഇയാളുടെ ഫ്യൂച്ചർ റിസ്ക് ആണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഇയാൾക്ക് അസുഖം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനിയിലെ ഡോക്ടേഴ്സ് കണ്ടെത്തുകയാണെങ്കിൽ ഇയാൾക്ക് പോളിസി കൊടുക്കില്ല. നോർമലി ക്രിട്ടിക്കലായ അസുഖം വന്നവർക്ക് ഒരിക്കലും പിന്നീട് ഒരു പോളിസി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ചില കേസിൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ ഉണ്ട് പറയാനായിട്ട്. ഒരു ബ്രെയിൻ സർജറി കഴിഞ്ഞ ഒരാൾ ഞങ്ങളടുത്ത് വന്നു. ആളുടെ മകൻ ഡോക്ടറാണ്, ആള് ഖത്തറിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 10-13 കമ്പനികളിൽ ഇവർ ഒരു വർഷമായിട്ട് പോളിസി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ കമ്പനിയിലും അവർ പ്രീമിയം അടയ്ക്കും. ഇയാളുടെ പഴയ ബ്രെയിൻ സർജറിയുടെ ഡീറ്റെയിൽ ഒക്കെ പരിശോധിച്ചിട്ട് ആ കമ്പനി റിജക്ട് ചെയ്യും. പോളിസി തരാൻ പറ്റില്ല, റീഫണ്ട് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി കാശ് തിരിച്ചു കൊടുക്കും. പോളിസി കൊടുക്കുന്നില്ല, അതുകൊണ്ട് കാശ് തിരിച്ചു കൊടുക്കും. ഇവരെന്ത് ചെയ്യും, അടുത്ത് വീണ്ടും ഓൺലൈനിൽ തപ്പി അടുത്തൊരു കമ്പനിക്ക് പേ ചെയ്യും, എഗെയിൻ സെയിം റീഫണ്ട് എടുക്കും. അങ്ങനെ ഒരു 10-13 കമ്പനികളിൽ ഒരു ഓരോ മാസം ഓരോ കമ്പനിയിൽ പ്രീമിയം അടയ്ക്കുന്നു, ഓരോ കമ്പനി റീഫണ്ട് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ പോളിസി കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു.
അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കൊരു ഇന്റേണൽ മെഡിക്കൽ എക്സ്പെർട്സ് ടീമുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തു ഞങ്ങളുടെ അടുത്ത് വന്നു. ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ, കിട്ടുവാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ ഇത്രയും ചെയ്തു, കിട്ടിയില്ല. ഈ പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ആളുടെ ഫാദറിന്റെ കാര്യമാണ്. അപ്പോൾ ബ്രെയിൻ സർജറി ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മെഡിക്കൽ എക്സ്പെർട്ട് അത് പരിശോധിച്ചിട്ട് ഞങ്ങൾ ചില കമ്പനികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അതിന്റെ ഫ്യൂച്ചർ റിസ്കിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. ദാറ്റ്സ് ദ റിയാലിറ്റി. കമ്പനികളിൽ അത് കാഷ്വലായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. ഞങ്ങൾ കുറച്ചുകൂടെ അവർക്ക് എങ്ങനെയെങ്കിലും പോളിസി കിട്ടണം എന്ന രീതിയിൽ ഞങ്ങളത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ചില പോസിറ്റീവ് പോയിന്റ്സ് നമുക്ക് കിട്ടി. അത് ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനീന്റെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ അവരോട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരോട് നമ്മൾ പേഴ്സണലി സംസാരിച്ചു. റിസ്ക് കുറവാണ്, അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, റിസ്ക് ഉള്ള കാര്യങ്ങളാണ് അവർ സർജറി ചെയ്ത് ഫിനിഷ് ചെയ്തു, ദെൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോളിസി കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോളിസി കിട്ടി. അവർക്ക് പോളിസി ലഭിക്കുകയും ചെയ്തു. ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് അറിയില്ല, പോളിസി കിട്ടി. 31ാമത്തെ ദിവസം ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. മറ്റൊരു അസുഖമായിട്ട് വന്നിട്ട്, ഹൃദയ സംബന്ധമായിട്ട്, ബ്രെയിനിൽ പ്രശ്നമൊന്നുമില്ല, ഹൃദയ സംബന്ധമായിട്ട് ഒരു അസുഖം വന്നിട്ട് ആൾ അഡ്മിറ്റ് ആവുകയാണ്. 7.5 ലക്ഷം രൂപയാണ് അയാളുടെ ബില്ല് വന്നത്. ആ ബില്ല് കിട്ടിയായിരുന്നു. അപ്പോൾ അത് അവർക്ക് പോളിസി കിട്ടിയത് കൊണ്ട് ആ ക്ലെയിമും കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ചില അസുഖങ്ങൾക്ക് പോളിസി കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടാം. അത് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഡോക്യുമെന്റ്സ് വിശദമായിട്ട് പരിശോധിച്ചിട്ട് പോളിസി കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വർഷം തുടങ്ങുകയാണ്, ജനുവരി 1-ാം തീയതി ഒരാൾ ഒരു പോളിസി എടുത്തു. ആ പോളിസിയിൽ എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ പോളിസി ആകുമ്പോൾ എത്ര രൂപയായിരിക്കും? എല്ലാ അസുഖങ്ങളും കവർ ചെയ്യണം. എല്ലാ അസുഖങ്ങളും കവർ ചെയ്യും. അതിന് കാലപരിധി മാത്രമേ വിഷയമുള്ളൂ. എപ്പോ കവർ ചെയ്യുന്നുള്ളിടത്താണ് വിഷയം. ഇപ്പോ പോളിസി എടുത്തു, എത്ര രൂപയുടെയാണ്? 5 ദിവസം കഴിഞ്ഞിട്ടൊരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കാം, കവർ ചെയ്യില്ല. അതാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, അത് എത്ര രൂപയുടെ പോളിസി ആയിരിക്കും? എത്ര രൂപയുടെ പോളിസി ആണെങ്കിലും കവർ ചെയ്യില്ല. പോളിസി എടുത്ത് 31ാമത്തെ ദിവസം മുതലാണ് അസുഖങ്ങൾക്ക് കവറേജ് വരുന്നത്. അതായത് ജനുവരി 1-ാം തീയതി പോളിസി എടുത്തു അയാൾ, എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഒരു പോളിസി. അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് എപ്പോഴാ വരേണ്ടത്? ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എപ്പോഴാ വരേണ്ടത് ചോദിച്ചില്ല. ജനുവരിയിൽ 1-ാം തീയതി പോളിസി എടുത്ത ആൾക്ക് എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരേണ്ടത്? 31ാമത്തെ ദിവസം തൊട്ട്. ജനുവരി 31-ാം തീയതി. അന്ന് മുതൽ വരാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഏതും വരാം. എന്ത് അസുഖവും അതിന്റെ ഇടയിൽ ഒന്നും വരാൻ പാടില്ല. സ്ലോ ഗ്രോവിംഗ് അല്ലാത്ത അസുഖങ്ങൾ, കിഡ്നി സ്റ്റോൺ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്ലോ ഗ്രോവിംഗ് അല്ലാത്ത കല്ലുകൾ, മുഴകൾ, അങ്ങനെ ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ട് മുഴ വരിക, അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ആഫ്റ്റർ 2 ഇയർ. മാത്രമല്ല അത് വന്നാൽ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. അത് 2 കൊല്ലത്തിന് ശേഷം അല്ല, ഒരു ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാവും. ചെറിയൊരു മുഖക്കുരുവിന്റെ അത്ര ഉള്ളൊരു മുഴ വന്നു, അല്ലെങ്കിൽ അല്പം വലുതായിട്ട്, അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന സമയത്ത് സർജറി ചെയ്താൽ മതിയാവും. അത്രേ ഉള്ളൂ. അത് ലൈഫ് ത്രെട്ടണിങ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരുവിധം എല്ലാ അസുഖങ്ങളും എല്ലാ പോളിസികളിലും കവർ ആവുന്നുണ്ട്. ആകെയുള്ളത് ആ ടൈം ലിമിറ്റ് ആണ്, ഇന്ന സമയത്തിന് ശേഷം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നെ ഇനഫ് കവറേജ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു എന്ന് വിചാരിക്കാം, അറ്റ് എ ടൈം നമുക്ക് 10 ലക്ഷം ബില്ല് കിട്ടുള്ളൂ. ബില്ല് 15 ലക്ഷമാണ്, എന്ത് ചെയ്യും? 5 ലക്ഷം കൈ നടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റും 50 ലക്ഷത്തിന്റെയോ 25 ലക്ഷത്തിന്റെയോ ഒരു വലിയ കുറച്ചുകൂടെ വലിയ പോളിസി എടുക്കാം. അപ്പൊ ആ എമൗണ്ട് വരെയുള്ള ബില്ല് സിംഗിൾ ബില്ലിൽ സെറ്റിൽ ആവും. പ്രീമിയം കൂടുന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമല്ല. ഇപ്പൊ 10 ലക്ഷവും 50 ലക്ഷവും തമ്മിൽ ചിലപ്പോൾ ഒരു 5000-6000 രൂപയുടെ ഡിഫറൻസ് ഒക്കെ വരാറുള്ളൂ. അപ്പൊ ആസ് ആൻ ഇൻഷുറൻസ് പേഴ്സൺ, അപ്പോ എനിക്കൊരു ഇൻഷുറൻസ് പോളിസി സിബി സെല്ല് ചെയ്യാണ്. ഞാൻ സിബിക്ക് തരുന്നത് ഒരു 30 സെക്കൻഡ്സ് ഓർ 60 സെക്കൻഡ്സ് ഒരു പോളിസി സെല്ല് ചെയ്യാം. 10 സെക്കൻഡ്സ് വേണ്ട. 2 ചോദ്യം. നിങ്ങളുടെ കയ്യിൽ 50 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടോ? ഇല്ല. ഓക്കെ. 50 കോടി വിളിച്ച് ചോദിച്ചാൽ, ഒരു ഫോണിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് നിങ്ങൾ ചോദിച്ചാൽ 50 കോടി അക്കൗണ്ടിൽ ഇട്ട് തരാൻ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടോ? ഇല്ല. ടേക്ക് ഹെൽത്ത് ഇൻഷുറൻസ്. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സാധാരണ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. പക്ഷേ ഡിഫോമിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ചിലർക്ക് ചുണ്ടൊക്കെ മുച്ചുണ്ടായിട്ട് ജനിച്ച ആൾക്കാരുണ്ടാവും, ചെവിക്ക് എന്തൊക്കെയോ ഡിഫോമിറ്റീസ് ഉള്ള ഒരാൾക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ചെറിയ ഡിഫോമിറ്റി ഒക്കെ ആണെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് വരാറില്ല. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ കമ്പനികൾ എപ്പോഴും ഫ്യൂച്ചർ റിസ്ക് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം കൊണ്ട്, ചെറിയൊരു വളവോ ചരിവോ ഉള്ളത് കൊണ്ട് മറ്റെന്തെങ്കിലും ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് വരികയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു വലിയ റിസ്ക് വരാനുള്ള ഒരു ചാൻസ്, ഇപ്പൊ കോസ്മെറ്റിക് ഒക്കെ ആണെങ്കിൽ വലിയ വിഷയമല്ല, പക്ഷേ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണ് വരാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ റിസ്ക് ആണ് കമ്പനികൾ അനലൈസ് ചെയ്യുക. അപ്പൊ ഫ്യൂച്ചർ റിസ്ക് അനലൈസ് ചെയ്തിട്ട് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ അണ്ടർ റൈറ്റിംഗ് ഡിസിഷൻ. അണ്ടർ റൈറ്റർ തീരുമാനിക്കും ഇയാൾക്ക് പോളിസി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നാട്ടിലുള്ള സമയത്ത് ഒരാൾ ഇൻഷുറൻസ് പോളിസി എടുത്തു, അത് കഴിഞ്ഞിട്ടാണ് അയാൾക്ക് എബ്രോഡ് പോകേണ്ടി വന്നത് ജോലി ആവശ്യത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഡേഞ്ചറസ് പ്രശ്നം ഉണ്ടാവുന്നു, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുന്നു. ട്രീറ്റ്മെന്റിന് വേണ്ടി അയാൾ തിരിച്ചു വരികയാണോ അതോ അവിടെ ചെയ്യാൻ പറ്റുമോ? എന്താണ് അയാൾ ചെയ്യേണ്ടത്?
ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളിന് സിനാരിയോ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒക്കേഷണലി ട്രാവൽ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് സിനാരിയോ ആണ്. അപ്പം അവിടെ ജോലി സ്ഥിരമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഗ്ലോബൽ പോളിസികൾ എടുക്കാൻ സാധിക്കണമെന്നില്ല. കാരണം NRI സ്റ്റാറ്റസിലോട്ട് വരുമ്പോൾ അത്തരം പോളിസികൾ കിട്ടണമെന്നില്ല. ഗ്ലോബൽ പോളിസി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒക്കേഷണലി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഗ്ലോബൽ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കാം. ഏത് രാജ്യത്തും വേണമെങ്കിൽ അവിടെയുള്ള സ്റ്റേ, കൂടെ വരുന്ന ആളുടെ എക്സ്പെൻസ്, എത്ര രൂപ ബില്ലായാലും കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ കവറേജ് തന്നത്. വലിയ ക്രോർസ് ലൈക്ക് 5 crore 10 crore അങ്ങനെയുള്ള വലിയ എമൗണ്ടിൻ്റെ കവറേജാണ് കിട്ടുക. സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ക്യാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസിന് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്, ഒരു ഗ്ലോബൽ കവറേജ് ഉള്ള പ്ലാൻ എടുക്കുക. ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന അവിടെ NRI സ്റ്റാറ്റസിലോട്ട് മാറുന്ന ഒരാൾ, പ്രവാസിയായിട്ട് മാറുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഏറ്റവും നല്ലത് ഇന്ത്യയിലെ തന്നെ കവറേജ് കിട്ടുന്ന പോളിസി എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്, ഒരു ഇവൻറ്റ് വന്നു, ഒരു മേജർ ആയിട്ടുള്ള ഒരു അസുഖം വരികയാണെങ്കിൽ നാട്ടിൽ വന്ന്, കാരണം വിദേശത്തുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അവിടെ ഡോക്ടറെ കിട്ടുന്നതിനും പ്രയാസമാണ്, മാസങ്ങളോളം ഒക്കെ ചെയ്യണം, അപ്പോൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട്. സോ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇവിടെ. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആ മാഡം അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അവരുടെ മദറിനെ നാട്ടിൽ നിന്നിട്ട് അവർ അയർലൻഡിലോട്ട് കൊണ്ടുപോയി, ഒരു 3-4 മാസത്തേക്ക് അവിടെ നിർത്തിയിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു മദറിനെ. അപ്പോൾ ഈ മദർ അവിടെ വെച്ചിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം വന്നു. ഈ മാഡം നേഴ്സാണ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളിൽ നിന്ന് എടുത്തിരിക്കുന്ന മാഡം അവിടെ നേഴ്സാണ്. അവർ വർക്ക് ചെയ്യണ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇവരെന്ത് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു, ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു. അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, നാട്ടിൽ വന്നു. അത് അമൃത ഹോസ്പിറ്റലിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇൻഷുറൻസ് 2 സൈഡ് ഉണ്ട്. നാട്ടിൽ വന്നപ്പോൾ ഇൻഷുറൻസിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഫസ്റ്റ് അഡ്മിഷൻ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇവരവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. ഇവർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ്, എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന സ്ഥിതിക്ക് ആ സമയത്ത് ഇവർ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ച്വലി ആ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റക്കായി. ആ ക്ലെയിം റിജക്റ്റ് ആയില്ല, ക്ലെയിം സ്റ്റക്കായി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഇനി ഫർദർ മുന്നോട്ട് ഇൻഷുറൻസ് സെറ്റിൽമെന്റിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തതെന്നുള്ള ആ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് വരണം. വന്നാൽ മാത്രമേ അവർക്ക് അടുത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നിർഭാഗ്യവശാൽ ആ രാജ്യത്തിൽ വേറൊരാൾക്ക് അവർ ആ ഡോക്യുമെന്റ് കൊടുക്കില്ല. ഈ മാഡത്തിന്റെ കൊളീഗ്സ്, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അവരാണെങ്കിൽ ഇമെയിൽ അയച്ചു കൊടുക്കില്ല, അവിടെ നിന്ന് പ്രിന്റ് കൊടുക്കുള്ളൂ, അത് സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുക്കില്ല. അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ്, ഇവര് നേഴ്സാണ്, അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, അവർക്ക് പുറത്ത് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ബില്ല് ഒരു 8 ലക്ഷം രൂപയാണ്, അത് അവര് ക്യാഷ് ആയിട്ട് പേ ചെയ്തു. ദെൻ ഒരു 2 weeks കഴിഞ്ഞപ്പോൾ മാഡം നേഴ്സായിട്ട് ആ മാഡം തിരിച്ചു പോയി. മാഡത്തിന് ഡോക്യുമെന്റ് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഡോക്യുമെന്റ് പിന്നെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു, ഞങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്തു. ആ 8 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കൊടുത്തു. സോ ക്ലെയിം എലിജിബിൾ ആണെങ്കിലും ചില സമയം ചില ഡോക്യുമെന്റ് കമ്പനി ചോദിക്കും. ആ സമയത്ത് നമുക്കത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുക. 2, യെസ്, ആദ്യം നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ വന്നാൽ വിദേശ രാജ്യത്ത് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരാൾ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവർക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ ചികിത്സ കിട്ടും. യെസ്, ഇന്ത്യയിൽ വന്നാൽ കിട്ടും. ബാക്കി എക്സ്പെൻസ് ഒന്നും മീറ്റപ്പ് ആവില്ല. ഈ ചികിത്സയുടെ ചെലവും കാര്യങ്ങളും, ചികിത്സയുടെ ചെലവ് ഹോസ്പിറ്റലിലെ ബില്ലുകളാണ് തരുന്നത്. ട്രാവൽ എക്സ്പെൻസ് ചില പ്ലാനുകളിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ട്രാവൽ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട് കസ്റ്റം ബിൽഡ് ചെയ്തിട്ടൊക്കെ എടുക്കാം. ചില ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇതിനൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? യെസ് യെസ്. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ചെന്ന് എടുക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. എങ്ങനെയാണത്? അതെ, അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സ് ഇങ്ങനെ ചില ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇതിൽ പ്രൈസ് കമ്പാരിസൺ ചെയ്തിട്ട് പോളിസി എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം, 2 ക്ലിക്ക് ചെയ്താൽ പോളിസി എടുക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇവർ കയറി നോക്കുന്നുണ്ട്. പിന്നെ ചില യൂട്യൂബേഴ്സ് തന്നെ വീഡിയോസ് ഇടുന്നുണ്ട്, ഈ കമ്പനിയുടെ ഈ പ്ലാൻ നല്ലതാണ്, ആ രീതിയിൽ. അപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചിലപ്പോൾ ഒരു വീട്ടിലെ 2 പേർക്ക് ഒരേ പ്ലാൻ വർക്ക് ആവില്ല. അപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, 2 പിള്ളേരുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഒരു അസുഖം ഉണ്ടാവും. പക്ഷെ ഹസ്ബൻഡിന് ആ അസുഖത്തിന്, ഹസ്ബൻഡിന് വൈഫിന് ചിലപ്പോൾ ഒരേ അസുഖം ഉണ്ടാവും. ഇപ്പൊ ഒരു വീട്ടില് ഹസ്ബൻഡ്, വൈഫ്, 2 പിള്ളേരുണ്ടെന്ന് വിചാരിക്കാം. ഹസ്ബൻഡിനും വൈഫിനും ഡയബറ്റീസ് ഉണ്ട്. വൈഫ് ഡയബറ്റീസിന് ടാബ്ലറ്റ് എടുക്കുന്നത്, ഹസ്ബൻഡ് ഡയബറ്റീസിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്. എങ്കിൽ ഈ ഫാമിലിക്ക് ഒരു പ്ലാൻ കൊടുക്കാൻ പറ്റില്ല. ഒരേ പ്ലാനിൽ ഇവരെ 2 പേരെയും കവർ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. ഇപ്പൊ 2 പ്ലാൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഹസ്ബൻഡിന് വേറൊരു കമ്പനിയുടെ പ്ലാനും വൈഫിനും പിള്ളേർക്കും വേറൊരു കമ്പനിയുടെ പ്ലാനും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും നോക്കാതെ ചിലർ എന്താ ചെയ്യുന്ന വെച്ചാൽ
അവർ യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്യും. ആ പോളിസി അവർ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനിൽ കയറിയിട്ട് അങ്ങ് എടുക്കും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലാനിൻ്റെ പേര് ABC എന്നാണെങ്കിൽ ഓൺലൈൻ ചില സൈറ്റുകളിൽ ABC ബൂസ്റ്റർ, ABC വാല്യൂ ഇങ്ങനെ രീതിയിൽ അതിൻ്റെ കസ്റ്റമൈസ്ഡ് വേർഷൻ ആയിരിക്കും പ്രസന്റ് ചെയ്യുക. അപ്പം അതൊന്നും ഇവർ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. ഈ ABC എന്നുണ്ടല്ലോ, അത് ഓക്കെ കറക്റ്റ് ആണെന്ന രീതിയിലായിരിക്കും അത് എടുക്കുക. പക്ഷേ ആ ABC എന്ന റെഗുലർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം ഒരു 20,000 രൂപയാണെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ടിൽ ഓൺലൈൻ സൈറ്റുകാർ പറയണത് എന്താ, നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണോണ്ട് ഓൺലൈൻ ഡിസ്കൗണ്ട് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻഷുറൻസ് റെഗുലേറ്റഡ് ആണ്. ഒരേ ബെനിഫിറ്റ്സ് ഉള്ള പോളിസി 2 സ്ഥലത്ത് 2 പ്രൈസിന് വിൽക്കാൻ പറ്റില്ല. പ്രൈസ് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കുറയും. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോളിസിനെ കസ്റ്റം ചെയ്തിട്ട് അതിൽ ബെനിഫിറ്റ്സ് കട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് 5 ലക്ഷം രൂപ ബില്ല് വരാം. പക്ഷെ കമ്പനി ആ കണ്ടീഷനിൽ പറയുന്നുണ്ടാവും 1 ലക്ഷം ബില്ല് സെറ്റിൽ ആവുള്ളൂ. ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതായത് കവറേജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തുകേനെ ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവാം, ഡിഡക്ഷൻ വെച്ചിട്ടുണ്ടാവാം, കൺസ്യൂമബിൾ കവർ ആവാതിരിക്കാം. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് 20% കൺസ്യൂമബിൾ തന്നെ വരും സാധാരണ രീതിയിൽ. സിറിഞ്ച്, പന്നി, ഗ്ലൗസ്, മാസ്ക്, PP കിറ്റ് അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും നല്ല പോളിസി ആണെന്ന് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതോ? കാരണം യൂട്യൂബേഴ്സ് ജസ്റ്റ് അവർക്ക് ഇതൊരു കോണ്ടന്റ് മാത്രമാണ്, ഒരു കോണ്ടന്റ് മാത്രമായിട്ടാണ് അവർ ചെയ്യുക. അവർ ഏതെങ്കിലും ഒരു ബ്രൗഷർ വായിച്ചു നോക്കിയിട്ട്, ബ്രൗഷർ എന്ന് വെച്ചാൽ ഒരു അഡ്വർടൈസ്മെന്റ് മെറ്റീരിയൽ ആണ്, അത് വായിച്ചു നോക്കിയിട്ട് അത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് ആ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇവര് കാശ് മേടിച്ചിട്ടായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാർ പെട്ടുപോകുന്നുണ്ട്. ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ മനസ്സിലാക്കാണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബെനിഫിറ്റ്സിനേക്കാൾ ഇമ്പോർട്ടന്റ് 1 കോടി രൂപയുടെ കവറേജ് കിട്ടുന്നു എന്നുള്ളത് ബെനിഫിറ്റ് ആണ്. പക്ഷെ 10,000 രൂപയുടെ കവറേജ് കിട്ടില്ല, ക്ലെയിം കിട്ടില്ല എന്നുള്ളത് കണ്ടീഷനാണ്. ആ കണ്ടീഷൻസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ പോളിസി എടുക്കുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആൾക്കാർ കാണിക്കുന്നത്.